ഉമ്മൻചാണ്ടിയോട് ഏറ്റവും സ്നേഹമുള്ള കോൺഗ്രസ് നേതാവാരാ? ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ സ്വാഭാവികമായും ഓടിയെത്തുന്നത് ഏതൊക്കെ പേരുകളായിരിക്കും? ഒന്നുകിൽ KC ജോസഫ്, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ, അതുമല്ലെങ്കിൽ PC വിശ്വനാഥ്. കാരണം ഇവരൊക്കെയായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തർ. പക്ഷേ സമീപകാലത്ത് മറ്റൊരാൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൂടി വരികയാണെന്ന് പറഞ്ഞാൽ പോരാ, വല്ലാതങ്ങ് കൂടി വരികയാണ്. മറ്റാർക്കുമല്ല, നമ്മുടെ VD സതീശൻ തന്നെ. നമ്മുടെ കലുങ്ക് മന്ത്രി സുരേഷ് ഗോപിക്ക് സ്വന്തം പ്രജകളോട് പോലും ഇത്രയും സ്നേഹമില്ല. കുറച്ച് ദിവസങ്ങളായി സതീശൻ മുഖ്യമന്ത്രിയെയും CPM നേതാക്കളെയും എല്ലാം വെല്ലുവിളിക്കുന്നത് പോലും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഉമ്മൻചാണ്ടിയോടുള്ള സതീശന്റെ ഇപ്പോഴത്തെ സ്നേഹം കണ്ട് സാക്ഷാൽ ചാണ്ടി ഉമ്മൻ പോലും കരഞ്ഞു പോയത്രേ. കാരണം ഉമ്മൻചാണ്ടിയെ കുറിച്ച് സതീശൻ പണ്ട് പറഞ്ഞൊന്നും ചാണ്ടി ഉമ്മൻ മാത്രമല്ല, നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായി ഉണ്ടാകുന്ന വിഷയങ്ങൾ ഗുണപരമല്ല. അപ്പോൾ ഗുണപരമാണ് എന്ന് പറഞ്ഞത് ഒരു തെറ്റായ വിലയിരുത്തലാവും. തെറ്റായി വിലയിരുത്തിയൊന്നും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗുണപരമായ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തിരിച്ചടി ലഭിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നാണ് AICC സെക്രട്ടറി VD സതീശൻ പറഞ്ഞത്. എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലാത്തതിനാൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ല. അദ്ദേഹത്തിന്റെ ഓഫീസ് ദുരുപയോഗം തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം. കേരളത്തിലെ 3 നേതാക്കളും തെറ്റു തിരുത്തിയില്ലെങ്കിൽ കോൺഗ്രസിൽ കലാപമുണ്ടാകുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ. ഹൈക്കമാൻഡ് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകിയിട്ടും ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ മൂവരും പരാജയപ്പെട്ടു. യോജിച്ച് നിൽക്കാത്തതിനാലാണ് വീഴ്ച സംഭവിച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ സുധീറിനെ മാത്രം മാറ്റുന്നത് ശരിയല്ല എന്ന ഹൈക്കമാൻഡ് അഭിപ്രായത്തോട് തനിക്കും യോജിപ്പാണെന്നും സതീശൻ നേരെ ചൊവ്വയിൽ പറഞ്ഞു. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ 3 നേതാക്കന്മാർക്കും പൂർണ്ണമായ ചുമതലകൾ ഡൽഹി ഇവരെ ഏൽപ്പിച്ചു. ഒരു കാര്യത്തിലും ഹൈക്കമാൻഡ് അനാവശ്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റതല്ല, അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അവർ പരാജയപ്പെട്ടു. പാർട്ടിയെ ബാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സംശയം കരുതില്ല, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. മുൻ മുഖ്യമന്ത്രിയും മുൻ മന്ത്രിമാരും MLA-മാരും MP-മാരും എല്ലാം ഉൾപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ചുമത്തി കേസെടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സതീശനാണ് ഇപ്പോൾ വല്ലാത്തൊരു പരിവർത്തനം സംഭവിച്ചിരിക്കുന്നത്. പെൻഷൻ വിവാദത്തിൽ ഉൾപ്പെടെ എല്ലാത്തിലേക്കും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ വലിച്ചിട്ട് വെല്ലുവിളിക്കുകയാണ് സതീശൻ. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് 18 മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് തെളിവ് ചോദിച്ചായിരുന്നു അവസാനത്തെ വെല്ലുവിളി. ഇതോടെ CPM നേതാക്കളും മന്ത്രിമാരും തെളിവ് രേഖാമൂലം പുറത്തുവിട്ടു. അതോടെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ പോരായ്മകൾ വീണ്ടും നാട്ടുകാരറിഞ്ഞു. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അതൊക്കെ നിറഞ്ഞു. സത്യത്തിൽ ഇത് തന്നെയായിരുന്നു സതീശന്റെ ഉദ്ദേശവും. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയാവാൻ കുപ്പായം തച്ചു വെച്ചിരുന്ന ആളായിരുന്നു ഈ സതീശൻ. പക്ഷെ ഉമ്മൻചാണ്ടി അതൊന്ന് നിഷ്കരുണം വെട്ടി. അന്ന് തുടങ്ങിയതാണ് സതീശന് ഉമ്മൻചാണ്ടിയോടുള്ള പക. കിട്ടുന്ന സമയം നോക്കി അതങ്ങ് തീർക്കുന്നുവെന്ന് മാത്രം. സംശയമുണ്ടെങ്കിൽ ചാണ്ടിയമ്മനോട് തന്നെ ചോദിച്ചു നോക്കിയാൽ മതി. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. 2, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം. പക്ഷേ പാർട്ടിയുടെ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, അതിലേക്കൊന്നും കിടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം.